എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാലവർഷം ശക്തി പ്രാപിക്കുകയാണല്ലേ? വിനീത, ന്യൂനമർദ്ദം ശക്തമായ ഒരു സാഹചര്യത്തിലാണ് കാലവർഷം ശക്തിപ്പെടുന്നത്. ഇന്ന് സംസ്ഥാനത്ത് 3 ജില്ലകൾ, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലാണ് തീവ്രമഴ മുന്നറിയിപ്പുള്ളത്. അല്പസമയം മുമ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകി. ന്യൂനമർദ്ദം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ്. ഏതായാലും വ്യാപകമായി തന്നെ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയുണ്ടാകും. ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 4 മണി വരെ, 3 മണി 4 മണി വരെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. എങ്കിൽ പോലും നാളെയും സമാനമായി തന്നെ മഴ മുന്നറിയിപ്പുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് പുറത്തിറങ്ങിയ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പിൽ ഏതാണ്ട് 5 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടുണ്ട്. അത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ്. മറ്റു ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഉണ്ട്. ഒപ്പം മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റ്, ഏതാണ്ട് 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാനുള്ള സാധ്യതയും ഇടിമിന്നൽ ഉൾപ്പെടെ മുന്നറിയിപ്പിലുണ്ട്. ഏതായാലും ശക്തമായ മഴ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് ഉറപ്പായി. കാരണം ന്യൂനമർദ്ദം ശക്തമാകുന്നു, അതിശക്തമായ ഈ കാറ്റും ഉണ്ട് എന്നാണ് ഇപ്പോൾ ഒടുവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. അതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അലേർട്ട്. ഏതായാലും മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവിടുത്തെ സാഹചര്യം എന്താണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. കണ്ണൂരിൽ നിന്ന് തുഷാര പ്രമോദ് ചേരുന്നു. തുഷാര, കണ്ണൂരിൽ ഇപ്പോൾ കനത്ത മഴ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കണ്ണൂരിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെട്ടിരുന്നത്. ഇടവിട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ഇപ്പോൾ കണ്ണൂരിൽ നിലവിലത്തെ ഒരു സാഹചര്യം? വിനീത, ഇന്നലെ മുതൽ തന്നെ കണ്ണൂരിൽ അതിശക്തമായ മഴയുണ്ട്. ഇന്ന് രാവിലെ വരെയും ഈ ശക്തമായ മഴ തന്നെ തുടർന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് അല്പം കുറവ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തന്നെയുണ്ട്. ഇങ്ങനെ ശക്തിയായ മഴ ഉണ്ടായതുകൊണ്ട് തന്നെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും ഉണ്ടായിട്ടുണ്ട്. ചിലയിടങ്ങളിലെല്ലാം മരങ്ങൾ കടപുഴകി വീണ് ചെറിയ തോതിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പയ്യന്നൂരും പുതിയങ്ങാടി ബീച്ച് റോഡിലും 2 വീടുകളുടെ മേൽക്കൂര മരങ്ങൾ വീണ് തകർന്നിട്ടുണ്ടായിരുന്നു. ഓടിട്ട 2 വീടുകളാണ്. രണ്ട് സ്ത്രീകളുടെ വീടുകളായിരുന്നു. പക്ഷേ ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ സമയങ്ങളിൽ പുലർച്ചെയായിരുന്നു അപകടം. മഴ ശക്തി പ്രാപിച്ച പുലർച്ചെയായിരുന്നു അപകടം സംഭവിച്ചത്. ഈ സമയങ്ങളിൽ ഇവർ മറ്റൊരു മുറിയിൽ ഉറങ്ങുകയായിരുന്നതിനാൽ ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പലയിടങ്ങളിലും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു, മരങ്ങൾ വീണ്. ശരി, തുഷാര പ്രമോദാണ്. അവിടെ പലയിടങ്ങളിൽ പയ്യന്നൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴക്കെടുതി രൂക്ഷമാണെന്നാണ് തുഷാര റിപ്പോർട്ട് ചെയ്യുന്നത്. എറണാകുളത്ത് നിന്നും അർജുൻ മട്ടന്നൂരിന്റെ വിവരങ്ങൾ ചേരാൻ. അർജുൻ, കോതമംഗലം ആ ഭാഗത്തൊക്കെ മഴ ശക്തമാകുമ്പോൾ എപ്പോഴും ആശങ്കയാണ്. ഇപ്പോൾ മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഒപ്പം എറണാകുളത്ത് പലയിടങ്ങളിലും ചെമ്പുമുക്കിൽ ഉൾപ്പെടെ മണിയിടിയുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. മഴ ശക്തി പ്രാപിക്കുന്നവരും എറണാകുളത്ത് പലയിടങ്ങളിലും ആശങ്കയാണോ? വിനീത, എറണാകുളം ജില്ലയിലും ശക്തമായ മഴ തുടരുകയാണ്. പക്ഷേ ഇടവിട്ട് മാത്രം പെയ്യുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് നിലവിൽ നഗരത്തിന്റെ ഭാഗങ്ങളിൽ എവിടെയും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്ന് പ്രധാനമായും ഉണ്ടായിരിക്കുന്ന വാർത്തകൾ അത് മലയോര മേഖലയിൽ മഴ ശക്തമാകുന്നു എന്നതാണ്. മലയോര മേഖലയിൽ പ്രത്യേകിച്ച് കോതമംഗലം, മൂവാറ്റുപുഴ അടക്കമുള്ള മേഖലകളിലാണ് ഈ മഴ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മണികണ്ഠൻചാൽ ചപ്പാത്ത് പൂർണ്ണമായും മുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളാരംപെട്ടി തുടങ്ങിയ ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി പ്രത്യേകം വഞ്ചി സംവിധാനം ഏർപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആളുകളെ മറുകരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഈ മഴക്കാലം തുടങ്ങിയിട്ട് ഇത് പലതവണ ഇത്തരത്തിൽ ഈ ചപ്പാത്ത് മുങ്ങുകയും ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. സമാനമായ സാഹചര്യം ഇന്നും ഉണ്ടായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിവിധയിടങ്ങളിലായി 3 വീടുകൾക്കാണ് നാശനഷ്ടം ഉണ്ടായത്. മരം വീടാണ് നാശനഷ്ടം ഉണ്ടായത്. നഗരത്തിലേക്ക് വരികയാണെങ്കിൽ തൃക്കാക്കര ചെമ്പുമുക്കിൽ റോഡ് ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യമുണ്ടായി. രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ ഗതാഗത പ്രശ്നം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് വാഹനങ്ങളൊക്കെ തന്നെ വഴിതിരിച്ചു വിടുകയും അത്തരത്തിലാണ് താൽക്കാലികമായെങ്കിലും പ്രതിസന്ധി അതിജീവിച്ചത്.
ജീവിച്ചത്. എന്തായാലും നിലവിൽ ഇടവിട്ട് മഴ പെയ്യുകയാണ് എറണാകുളം ജില്ലയിൽ. അതോടൊപ്പം തന്നെ 3 വീടുകളുടെ മേൽക്കൂരകളടക്കം തകർന്നിട്ടുമുണ്ട്. വിനീത, ശരി. എറണാകുളത്ത് നാശനഷ്ടത്തിന്റെ തോത് കുറച്ചുകൂടി തീവ്രമാണ്. തീരപ്രദേശങ്ങളിലും അതുകൊണ്ട് തന്നെ ജാഗ്രത വേണം താനും. കോഴിക്കോട് നിന്ന് ദീപക് മലയമ്മ ചേരുന്നുണ്ട്. ദീപക്, വടക്കൻ ജില്ലകളിൽ മഴ ശക്തി പ്രാപിക്കുകയാണ്. മലപ്പുറത്തും കണ്ണൂരും ഒക്കെ റെഡ് അലേർട്ടാണ്. കോഴിക്കോട്ടെ നിലവിലെ ഒരു സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ കഴിഞ്ഞ മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ്. ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? വിനീത, കോഴിക്കോടിനെ സംബന്ധിച്ച് ശക്തമായ ഇടവിട്ടുള്ള മഴയാണുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അത് മലയോര അല്ലെങ്കിൽ നഗരപ്രദേശം എന്നുള്ള വ്യത്യാസമില്ലാതെ തന്നെയാണ് മഴ. ഒപ്പം തന്നെ കാറ്റിൻ്റെ ശക്തി വളരെ കൂടുതലായി തന്നെ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും അത്തരത്തിൽ വലിയ കാറ്റോടുകൂടിയുള്ള മഴ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഈ ഒരു സമയം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപൊക്കെ മഴ പെയ്ത ഘട്ടത്തിലൊക്കെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പല മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ നിന്ന് ഭിന്നമായിക്കൊണ്ട് ആശ്വാസകരമായ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ഒരു സവിശേഷതയുണ്ട്. ഒപ്പം തന്നെ മഴ ശക്തിയായി തുടരുന്നുണ്ട്. രാത്രിയാകുമ്പോഴേക്കും സ്വാഭാവികമായും മലയോര മേഖലയിലേക്ക് അടക്കമുള്ള യാത്രകളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശം മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വെക്കാൻ സാധിക്കുക. അതിനപ്പുറത്തേക്ക് വളരെ ശക്തമായ മഴ ജില്ലയിൽ തുടരുന്നു എന്ന് മാത്രമാണ് ഈ ഒരു സമയം നമുക്ക് പറയാനും സാധിക്കുക. ശരി ദീപക്, അപ്ഡേറ്റുകൾ നൽകുക. ഇനി മലപ്പുറത്ത് നിന്നും അഷ്കർ അലി കരിമ്പ ചേരുകയാണ്. അഷ്കർ, ഈ പറഞ്ഞതുപോലെ മലപ്പുറത്ത് റെഡ് അലേർട്ടാണ്. പക്ഷേ മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയുണ്ട്? മഴക്കെടുതികൾ കാര്യമായൊന്നും റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. എങ്കിലും ആശങ്കപ്പെടുത്തുന്നൊരവസ്ഥയുണ്ടോ? പിന്നിതാന്നില്ലെങ്കിൽ ആശങ്കപ്പെടുന്നൊരു സാഹചര്യം മലപ്പുറം ജില്ലയിലില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ആരംഭിച്ച മഴ ശക്തമായി തന്നെ തുടർന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോഴും മലപ്പുറം നഗരകേന്ദ്രങ്ങളിലൊക്കെ തന്നെ മഴയ്ക്ക് ഒരു താൽക്കാലിക ശമനമുണ്ട്. ചില സമയങ്ങളിലൊക്കെ അത് ചാറ്റൽ മഴയായി മാറുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ജില്ലയിലുടനീളം മലയോര മേഖലയിലും തീരദേശ മേഖലയിലും അടക്കം ശക്തമായ മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യമായ അനിഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചെറിയൊരു ഗതാഗത തടസ്സമുണ്ടായത് മലപ്പുറം പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിലായിരുന്നു. പെരിന്തൽമണ്ണ വളാഞ്ചേരി റോട്ടിൽ ഇത്തരത്തിലൊരു ആൽമരം വലിയ തോതിൽ മുറിഞ്ഞ് റോട്ടിലേക്ക് വീഴുന്നൊരു സാഹചര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ വൈദ്യുതി പോസ്റ്റുകളും വൈദ്യുതി ലൈനുകളും അടക്കം റോട്ടിലേക്ക് മുറിഞ്ഞു വീണതോടെ വളാഞ്ചേരി അങ്ങാടിപ്പുറം റോട്ടിൽ ഇന്ന് ഉച്ചവരെ, രാവിലെ 10 മുതൽ ഉച്ചവരെ ഏകദേശം 2-3 മണിക്കൂറിലധികം സമയം ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്നുകൊണ്ട് ഈ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ജില്ലയിലെ പുഴകൾ ചാലിയാറിലാണെങ്കിലും അതുപോലെ തന്നെ കടലുണ്ടി പുഴയിലാണെങ്കിലും ഉൾപ്പെടെയുള്ള കാഞ്ഞിരപ്പുഴയിൽ ഉൾപ്പെടെയുള്ള പല പുഴകളിലും അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളൊക്കെ തന്നെ ശക്തമായ വെള്ളമൊഴുക്ക് ഉണ്ടാകുന്നുണ്ട്. വെള്ളം വലിയ തോതിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മലയോര മേഖലകളിലെ തോടുകളിലും പുഴകളിലും ഒക്കെ തന്നെ പെട്ടെന്നുള്ള മലവെള്ളപ്പാച്ചിലും ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിൽ വെള്ളം ഉയരുന്ന സാഹചര്യത്തിൽ പുഴകളിൽ ഇറങ്ങുന്നവരും അതുപോലെ തന്നെ പുഴകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവരൊക്കെ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ജില്ലാ അധികൃതർ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. എന്തായാലും ജില്ലയിൽ ഇതുവരെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. വിനീത.